നമുക്കൊരു കഥ കേട്ടാലോ? കഴുതയുടെ തെറ്റിദ്ധാരണ. പണ്ട് പണ്ട് ഒരു കാട്ടുകോഴിയും ഒരു കഴുതയും വലിയ ചങ്ങാതികളായി ജീവിച്ചു പോന്നു. അവർ മിക്കപ്പോഴും കാണുകയും കുശലം പറയുകയും ഒക്കെ ചെയ്തു. ഒരു ദിവസം അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു സിംഹം ആ വഴി പോകുന്നതിനിടയായി. സിംഹത്തിനാണെങ്കിൽ കോഴിയുടെ കൂവൽ മഹാദേഷ്യവും വെറുപ്പുമാണ്. ഇതറിയാവുന്ന കാട്ടുകോഴി സിംഹത്തിനെ കണ്ട ഉടനെ ഒന്ന് നീട്ടിക്കൂവി. രോചകമായ ആ സ്വരം കേട്ടതും സിംഹം അരിച്ചം കൊണ്ട് ഓടി സ്ഥലം വിട്ടു. കഴുതയ്ക്ക് ഇത് കണ്ട് അത്ഭുതമായി. എന്ത്, മൃഗരാജനായ സിംഹം ഒരു കോഴിയുടെ കോവൽ കേട്ട് പേടിച്ചോടുകയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് തൊഴിച്ചാൽ സിംഹം ചത്തുപോകുമല്ലോ. അങ്ങനെയായി കഴുതയുടെ ചിന്ത. സിംഹത്തിനെ തൊഴിക്കാനായി ഉടനെ കഴുത സിംഹത്തിന്റെ പിറകെ കുതിച്ചു. പിറകിൽ എന്തോ സ്വരം കേട്ട് തിരിഞ്ഞു നോക്കിയ സിംഹം തന്റെ നേരെ കുതിച്ചു വരുന്ന വീട്ടിൽ കഴുതയാണ് കണ്ടത്. സിംഹം കഴുതയുടെ മേൽ ചാടി വീണു. അവന്റെ കഥ കഴിക്കാൻ പിന്നെ സമയം ഒട്ടും എടുത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? സ്വശക്തിയെക്കുറിച്ച് അമിത വിശ്വാസം ആപത്ത് ക്ഷണിച്ചു വരുത്തും. നന്ദി.